എത്ര വയസ്സായി? 60 വയസ്സ്. 60 വയസ്സ്. എന്തായിരുന്നു അസുഖം? പനി വന്നതായിരുന്നു. പനി വന്നു കഴിഞ്ഞിട്ട് ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പോൾ കാലിലൊക്കെ നീര് വന്നു. നീര് വന്നു. ഓക്കെ. നീര് വന്നു കഴിഞ്ഞിട്ട് കാലിൽ വേദനയും നീരും കൂടി. കഴിഞ്ഞ് ഒരു 2 ആഴ്ചയും കൂടെ നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. 2 ആഴ്ച അവിടെ വന്നപ്പോഴത്തേക്കും നമ്മുടെ ഡോക്ടറെ അടുത്ത് വന്നു. ഡോക്ടർ 5 ദിവസത്തേക്ക്. ഏത് ഡോക്ടറിൻ്റെ അടുത്ത്? ഡോക്ടർ രാഘവൻ. ഓക്കെ. അതിന് മുമ്പ് ഏതെങ്കിലും ട്രീറ്റ് ചെയ്തായിരുന്നു? അതിന് മുമ്പ് ഇംഗ്ലീഷ് മരുന്ന് ചെയ്തു, ഹോമിയോയും ചെയ്തിരുന്നു. എന്നിട്ട് എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ടായി? അപ്പോഴേ വേദന കൂടിയത്. പനിയുള്ളപ്പോൾ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു, പനിയെല്ലാം മാറി. ഏത് മരുന്നായിരുന്നു കഴിച്ചത്? പേര് ഓർക്കുന്നില്ല. ഇല്ല. ഹോമിയോയുടെ പേരറിയാമോ? ഹോമിയോ എന്തായിരുന്നു മരുന്ന്? ഇല്ല. എത്ര ദിവസം കഴിച്ചായിരുന്നു ഹോമിയോ? 2 ദിവസം കഴിച്ചുള്ളൂ. ഇംഗ്ലീഷ് മെഡിസിൻ എത്ര ദിവസം? ഇംഗ്ലീഷ് മെഡിസിൻ 5 ദിവസം. 5 ദിവസം. ഇത് കഴിച്ചിട്ട് വേദനയ്ക്ക് വ്യത്യാസമില്ല? പനി നേരത്തെ പനിയും ഒക്കെ പെട്ടെന്ന് കുറഞ്ഞു. അത് ആദ്യം സ്റ്റാർട്ടിങ്ങിലായിരുന്നു പനിയുള്ളപ്പോഴേ. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ രാഘവൻ്റെ അടുത്ത് ഇതേ അസുഖത്തിന് തന്നെയാണോ വന്നത്? ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പനി കഴിഞ്ഞിട്ടുള്ള വേദനയും നീരുമായിരുന്നു കാര്യം. അതെ. ഇപ്പം മുഖത്ത് നീരുണ്ടായിരുന്നോ വന്നപ്പോഴത്തേനും? ഇല്ല, മുഖത്ത് നീരൊന്നും ഇല്ലായിരുന്നു. ജോയിൻസിലൊക്കെ പെയിൻ ഉണ്ടായിരുന്നു അല്ലേ? നമ്മുടെ മരുന്ന് എന്തായിരുന്നു? കഷായം എന്തായിരുന്നു തന്നിരുന്നത്? കുറുന്തോട്ടി, ഇല്ലിയില, ചിറ്റഴത്ത. പഥ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? പഥ്യങ്ങൾ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആയിരുന്നു. എത്ര ദിവസം കഴിച്ചായിരുന്നു? 5 ദിവസം. അതിൻ്റെ കൂടെ എന്തെങ്കിലും? അതിൻ്റെ കൂടെ ഇവിടുന്ന് ഒരു പൊടി തന്നിട്ടുണ്ടായിരുന്നു. അതെ. ആ പൊടി 1/2 ഗ്രാം വെച്ച് ഓരോ സമയം കഴിക്കണമായിരുന്നു. എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് വ്യത്യാസം കാണാൻ തുടങ്ങിയത്? 3-ാം ദിവസം വേദന തുടങ്ങി. പഥ്യം എന്ന് പറഞ്ഞാൽ ആഹാരം ഒന്നും കഴിച്ചിട്ടില്ല. 5 ദിവസം ഒന്നും കഴിച്ചിട്ടില്ല. 5 ദിവസം ഈ വെള്ളം, ഈ മരുന്ന് വെള്ളം മാത്രമേ കഴിച്ചു. ക്ഷീണം തോന്നിയായിരുന്നു? ക്ഷീണം തോന്നിയില്ല. ഓക്കെ. ടൈം കിടപ്പായിരുന്നു, അതുകൊണ്ട് ക്ഷീണം അധികം തോന്നിയില്ല അല്ലേ? 3-ാമത്തെ ദിവസം വേദന കുറഞ്ഞു. നീരിന് വ്യത്യാസം ഉണ്ടായിരുന്നു അല്ലേ? പിന്നെ ഇപ്പം കംപ്ലീറ്റ് ചെയ്തപ്പോഴത്തേക്കും പൂർണ്ണമായിട്ടും ക്ഷീണം വേദനയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. 5 ദിവസം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? ഇന്ന് കഴിഞ്ഞിട്ടുള്ളൂ. ഇന്നലെ 5 ദിവസം കഴിഞ്ഞ്. ഇന്നിപ്പോൾ 2ാമത് ഡോക്ടറെ കാണാൻ വന്നു. നല്ലതായിട്ട് കുഴയ്ക്കും പാദത്തിന്. വരുന്ന സമയത്ത് എനിക്ക് കാറിൽ നിന്ന് ഇറങ്ങാനും കയറാനും വയ്യാത്ത വേദനയായിരുന്നു കാലിന്. ഓക്കെ. ഇത് വേദന കൂടുതൽ സമയം രാവിലെ എണീക്കുമ്പോഴാണോ അതോ വല്ല ജോലി ചെയ്ത്? രാവിലെ അല്ല, എവിടെയെങ്കിലുമൊക്കെ ഇരുന്നിട്ടൊക്കെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര, പിന്നെ ചവിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു.